ഹായ് ഹലോ എവരി വൺ. ഞങ്ങൾ ഇന്ന് ഈവനിങ് ആയപ്പോൾ പെട്ടെന്നാണ് ഒന്ന് ബീച്ച് വരെ പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചത്. ഐറോമോളാണെങ്കിലും എപ്പോഴും റൂമിൽ തന്നെയല്ലേ, അപ്പോൾ അവൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ച് ഷിബിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞങ്ങളെ ബീച്ചിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ആകെ 30 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഈ ബീച്ചിലേക്ക്. സവാദി എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് ഫാമിലിയും കുറച്ച് കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടൽ ഒരുപാട് ഇറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ അവിടെ ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. അവരവിടെ ബോൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ദേ ഈ ഒമാനി ചേട്ടനെ കിട്ടി. ആൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞ് അവസാനം ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് തീരുമാനിച്ചു. കാരണം ബോട്ടിങ്ങിന് പോകാമെന്നുള്ളത് ഞങ്ങളുടെ പ്ലാനിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. പക്ഷേ ആ ചേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടാണ് ഞങ്ങളതിന് തയ്യാറായതെങ്കിലും ഇതൊരു വെരി സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു സൺസെറ്റിൻ്റെ ടൈമിൽ ഞങ്ങൾ ഇതുവരെ ബോട്ടിങ്ങിന് പോയിട്ടില്ല. ഐറോ ആണെങ്കിലും ആദ്യമായിട്ടാണ് ബോട്ടിൽ തന്നെ കയറുന്നത്. അപ്പോൾ അവളും ഇതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി ചുറ്റും നോക്കുകയാണ്, വെള്ളമൊക്കെ അടുത്ത് കണ്ടിട്ട്. അങ്ങനെ ദേ ഞങ്ങൾ അകലെ നിന്ന് കണ്ട പാറക്കെട്ടുകളൊക്കെ കുറച്ച് അടുത്ത് കണ്ടു. അങ്ങനെ വെള്ളത്തിൽ കളിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നതുകൊണ്ട് തന്നെ അടുത്ത ലക്ഷ്യം ഞങ്ങളുടെ വെള്ളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. എനിക്കൊരു ശംഖൊക്കെ കിട്ടി. അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു. എനിക്കിത് കുട്ടികൾക്കൊക്കെ നല്ല സേഫായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ബീച്ചായിട്ടാണ് കേട്ടോ തോന്നിയത്. കാരണം അധികം തിരമാലയൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ.